ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഫണ്ടമെൻ്റലി ആ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ റോങ് ആണ്, തെറ്റാണ്, ഇല്ലേ? നിത്യജീവൻ അവൻ്റെ സ്വന്തം പ്രവൃത്തിയുടെ ഫലമാണോ? നിത്യജീവൻ ദൈവത്തിൻ്റെ ദാനമാണ്, സൗജന്യദാനമാണ്. അതിൽ നമ്മൾ പ്രവർത്തിക്കുന്നത് കൊണ്ടല്ല അത് ലഭിക്കുന്നത്, മറിച്ച് ഈ നിൽക്കുന്ന ആൾ ആരെന്നറിയുന്നതാണ് നിത്യജീവൻ. എന്താണ് നിത്യജീവൻ എന്നുള്ളതിൻ്റെ നിർവചനം? ഏകസത്യ ദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നത്. എന്നിട്ട് ആ നിത്യജീവൻ തന്നെയായ യേശുവിൻ്റെ മുമ്പിൽ ഇയാൾ വന്ന ആ യേശുവിനെ മുഖാമുഖം കണ്ടിട്ട് ഇയാൾക്ക് മനസ്സിലായില്ല. ഇത് ഇവിടെ അല്ല ഇതിൻ്റെ ക്ലൈമാക്സ് കിടക്കണം. ഇതിൻ്റെ ക്ലൈമാക്സ് അടുത്ത പാരഗ്രാഫ്. ഞാൻ പെട്ടെന്ന് സസ്പെൻസ് വേണ്ടല്ലേ, നമുക്ക് എന്ത് സസ്പെൻസ് വേണ്ട. ഈ സിനിമയ്ക്കാണ് സസ്പെൻസ്, നമ്മളെല്ലാം കേട്ട് കഴിഞ്ഞ കാര്യമാണ്. എങ്കിലും അതിൻ്റെ ഒരു കണക്ഷൻ മനസ്സിലാക്കണം. ഇവിടുന്ന് തന്നെ തുടങ്ങാം. ഇത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ അവസാനത്തിൽ കഴിഞ്ഞിട്ട് ഈ യേശുവിൻ്റെ ഒപ്പം ഇവർ യാത്ര തുടരുമ്പോൾ അടുത്ത് കാണുന്ന ആൾ ആരാന്നറിയാമോ? കുരുടനും ദരിദ്രനുമായ ബർത്തിമേവൂസാണ്. അതിൻ്റെ കോൺട്രാസ്റ്റ്, അതിൻ്റെ ആ വൈരുദ്ധ്യം ഒന്ന് നോക്കിയേ. ഇവിടെ ആരാണ് കാണുന്നത്? ധനികനും നല്ല ആരോഗ്യവും ധനികനായ മനുഷ്യൻ എന്ന അയാൾക്ക് കാണുകയും ചെയ്യല്ലാം, നേരിട്ട് കാണുന്നു. പക്ഷെ അയാൾക്ക് യേശുവിനെ മനസ്സിലായില്ല. എന്നാൽ അപ്പുറത്ത് കുരുടനും മറ്റൊരു ക്വാളിഫിക്കേഷൻ ഭിക്ഷയാചിക്കുന്നവനുമായ ഒരുത്തൻ. ഈ ജനം, ഒരു ഭിക്ഷക്കാരനിരിക്കുമ്പോൾ ഒരുപാട് ജനം പോകുന്നുണ്ടെങ്കിൽ അയാൾക്ക് സന്തോഷമല്ലേ, ഇപ്പോൾ കാശ് കൂടുതൽ കിട്ടുന്നല്ലേ. ഇയാൾ അതിന് പകരം എന്താ അവിടെ സംഭവിക്കുന്നത്? അപ്പോൾ അവിടെ നിന്ന് ഒരാൾ പറഞ്ഞു, അതെ നസ്രായനായ യേശു അതിലേ പോവുകയാണ്. നസ്രായനായ യേശുവോ? ഓ ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നെ കനിയണമേ. കണ്ടു ഇയാളുടെ ആ റെസ്പോൺസ് എന്തായിരുന്നു? ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ. ഇയാള് കുരുടനാണോ അതോ കാഴ്ചയുള്ളവനാണോ? അതാണ്. ഇയാളുടെ ഉൾക്കണ്ണുകൾ കാഴ്ചയുള്ളവനും ദൈവരഹസ്യം അറിയുന്നവനുമാണ്. ഇവൻ യേശുവിനെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇവനാണ് നിത്യജീവൻ നൽകുന്നവനെന്ന് അറിഞ്ഞിരിക്കുന്നു. എന്നാൽ അതെന്തുകൊണ്ട് അയാൾ അറിഞ്ഞു? ഒന്ന്, അയാളുടെ ആത്മാവിൽ, വാസ്തവത്തിൽ എല്ലാവരുടെയും ആത്മാവിൽ ദൈവം ഉണ്ടോ ഇല്ലയോ? എല്ലാവരുടെയും ആത്മാവിൽ ദൈവമുണ്ട്. ഇപ്പോൾ ഇവിടെ വന്ന ഒരു ഹിന്ദു കുട്ടിയാണ്, അവൾ മാമോദിസ സ്വീകരിച്ചിട്ടില്ല. അവളുടെ അകത്ത് ദൈവം ഉണ്ടോ ഇല്ലയോ? പിതാവുണ്ടോ? പുത്രനുണ്ടോ? പരിശുദ്ധാത്മാവുണ്ടോ? ഉണ്ട്. എന്ന മുതൽ എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ദൈവമുണ്ടോ ഇല്ലയോ? ഉണ്ട്. യഹൂദരുടെ ഉള്ളിൽ ദൈവമുണ്ടോ ഇല്ലയോ? ഉണ്ട്. വിജാതിയരുടെ ഉള്ളിൽ ദൈവമുണ്ടോ ഇല്ലയോ? ഉണ്ട്. ശ്രദ്ധിക്കണം കേട്ടോ, ഞാൻ പറയാൻ പോകുന്നത്, ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഇവിടെ എന്തുകൊണ്ട് ഈ ധനികന് ഈ യേശുവിനെ മനസ്സിലായില്ല? എന്തുകൊണ്ട് ഈ ദരിദ്രന് യേശുവിനെ മനസ്സിലായി? പ്രധാന കാര്യം, ഈ ഉൾക്കണ്ണിൽ, ഹൃദയത്തിൻ്റെ കണ്ണ് തുറക്കണമെങ്കിൽ, അതായത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ദൈവത്തെ അനുഭവിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ വേറെ ഒരു സമ്പാദ്യം ഉണ്ടാകരുത്. അതാണ് ഈ കന്യാസ്ത്രീമാരുടെ അച്ഛന്മാരുടെയൊക്കെ ദാരിദ്ര്യവ്രതം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അവർക്ക് ഒന്നുമില്ല സമ്പത്തായിട്ടൊന്നുമില്ല. സമ്പത്ത് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചല്ല ചിന്തിക്കുക. അതായിരുന്നു ആ ധനികൻ്റെ പ്രശ്നം. എന്തായിരുന്നു അയാളുടെ പ്രശ്നം? അയാളുടെ സമ്പത്തിനെ കുറിച്ചുള്ള ചിന്ത കൊണ്ട് അയാളുടെ ഉൾക്കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു. ഈ ഭിക്ഷയാചിക്കുന്നവൻ ദരിദ്രൻ, അവന് ഒരു സമ്പത്തും ഇല്ലാത്തത് കൊണ്ട് അവൻ്റെ ഉൾക്കണ്ണ് തുറന്നിരിക്കുന്നു. എന്തായാലും ഞാനിത് ആരെയും വിമർശിക്കുകയല്ല. ദാരിദ്ര്യത്തിന് വളരെയധികം ശക്തിയുണ്ട്. ഞാനിപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ, ഇപ്പോൾ ജർമ്മനി, ഓസ്ട്രിയ, സ്വിറ്റ്സർലൻഡ്, ഇവിടെ എല്ലാം പോകുമ്പോഴും
അവിടുത്തെ ഒരു ആത്മീയതയുടെ ആ സ്പർശനവും ഇവിടെ ഭാരതത്തിൽ വരുമ്പോൾ ഉള്ള സ്പർശനവും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അതുപോലെ കേരളത്തിലുള്ള ആത്മീയ സ്പർശനവും ഈ പറയുന്ന ജാസുഗൂഡയിലും ജൂക്സലായിലും ബീഹാറിലും മധ്യപ്രദേശിലും ചെല്ലുമ്പോൾ ഉള്ള സ്പർശനവും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. എന്തുകൊണ്ടാണ്? അവിടെ മനുഷ്യൻ ഭയങ്കര ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നത്. ഒരു ചെറിയ കുടിലിൽ കുറേ പേര് ജീവിക്കണം. ഭക്ഷണം കഴിക്കാൻ തന്നെ ഭക്ഷണം മുഴുവൻ കഴിക്കാൻ അവർക്കുള്ള ഒരു വ്യവസ്ഥിതി ഇല്ല. കുറേ ചോറ്, ഒരു പച്ചമുളക്, ഒരു സവാളയുടെ പകുതി, ഇച്ചിരി ഉപ്പും, ഇത് മതി അവർക്ക് ഒരു ദിവസം മുഴുവൻ നീങ്ങാൻ. അങ്ങനെയുള്ളവരുടെ കൂടെ ആ കുടിലിരുന്ന് ഇച്ചിരി ഭക്ഷണമൊക്കെ കഴിച്ച് അവരെ ഒന്ന് സ്നേഹിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ദൈവാനുഭവം ഒരു വേറൊന്നാണ്. അതാണ് ഇപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞ മിഷൻ എക്സ്പീരിയൻസ് പറയുന്നത്. എനിക്ക് എൻ്റെ മിഷൻ എക്സ്പീരിയൻസ് ആണ് എന്നെ എന്നും വളർത്തുന്നത്. എല്ലായ്പ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉത്തരേന്ത്യയിൽ പോവുകയും ചെയ്യും. അവിടുത്തെ ഗ്രാമങ്ങളിലും അവിടെ കൺവെൻഷനുകൾ ഹിന്ദിക്കാരുടെ ഇടയിൽ വചനം പ്രഘോഷിയൊക്കെ ഞാൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ധനവാനും ദരിദ്രനും നമുക്ക് കാണാം. എന്നാൽ ഇത് കഴിഞ്ഞിട്ട് 18-ാം അധ്യായം കഴിഞ്ഞാൽ എന്താ? 19-ാം അധ്യായം. 19-ാം അധ്യായത്തിൽ ആരാ? സക്കേവൂസ്. സക്കേവൂസിനെ സംബന്ധിച്ച് ധനികനായിരുന്നിട്ടും കർത്താവ് അവൻ്റെ വീട്ടിൽ പോവുകയും അവൻ കർത്താവിനെ അനുഭവിക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ അവന് ധനികത ഉണ്ടായിരുന്നുവെങ്കിലും ആ ധനികതയുടെ ഉള്ളിൽ അവൻ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത്, ഇവൻ നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന ആ ഒരു സല്യൂട്ടേഷനിൽ തന്നെ അവൻ പോയി. അതോടെ തന്നെ അവൻ്റെ ആത്മീയത നമുക്ക് മനസ്സിലാവും. എന്നിട്ട് ബാക്കി ഈശോ പറയണതെല്ലാം ഇവർ അനുഷ്ഠാനക്കാരല്ലേ, അപ്പോൾ നിനക്കറിയാലോ പ്രമാണങ്ങളനുസരിച്ചാൽ നീ കയറും. അപ്പോൾ ആകുമ്പോൾ ഞാനിതൊക്കെ അനുസരിക്കുന്നുണ്ടല്ലോ, ഇനി ഒരു കുറവുള്ളൂ, നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കും. അപ്പോൾ അവന് പറ്റണില്ല. അതാണ് 1-ാം പ്രമാണം. എന്താണ് 1-ാം പ്രമാണം? പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? അതവന് പറ്റണില്ല. എന്താ? അവൻ പറഞ്ഞു മുഴുവനും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയേക്കുന്ന സമ്പത്താണിത്, അല്ലെങ്കിൽ എൻ്റെ അപ്പൻ തന്നിട്ടുള്ളതാണ്. പക്ഷേ ഇതെല്ലാം ദൈവമാണ് തന്നേക്കണമെന്ന് അവൻ വിചാരിച്ചാൽ മതിയായിരുന്നു. അവൻ മടങ്ങിപ്പോയി. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാറ്റഗിസം പഠിപ്പിക്കുമ്പോൾ ഈ ഒരു വചനം എടുക്കും, പ്രമാണങ്ങൾ നീ അനുസരിക്കണം എന്നുള്ളൊരു വചനം എടുക്കുന്നുണ്ട്. പക്ഷെ അവൻ പ്രമാണങ്ങൾ അനുസരിച്ചല്ലോ, എന്നിട്ട് അവൻ കയറിയോ? അപ്പോൾ പ്രമാണങ്ങൾ അനുസരിക്കണം, എന്നാൽ പ്രമാണങ്ങൾ അനുസരിച്ചാൽ മാത്രം പോരാ. ആരാണ് നിത്യജീവൻ നൽകുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് പ്രമാണങ്ങൾ അനുസരിക്കുന്നത്? ഈ പ്രമാണങ്ങൾ എന്നത് ഒരു സാമാന്യ നിയമമാണ്. ഇപ്പോൾ വ്യഭിചാരം ചെയ്യരുതെന്ന് ഹിന്ദുക്കൾക്ക് അറിഞ്ഞൂടെ? അറിയോ ഇല്ലയോ? മുസ്ലിങ്ങൾക്ക് അറിഞ്ഞൂടെ? എല്ലാ ജാതിക്കാർക്കും അറിയാം വ്യഭിചാരം ചെയ്യരുതെന്ന്. എല്ലാ ജാതിക്കാർക്കും അറിയാം കൊല്ലണത് തെറ്റാണെന്ന്. അറിയോ ഇല്ലയോ? അപ്പോൾ അത് ഒരു നാച്ചുറൽ ലോ ആണത്. മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ അവൻ്റെ ഉള്ളിൽ ഇതുണ്ടെന്നാണ്. എന്നാൽ അപ്പോൾ ആ നാച്ചുറൽ ലോയുടെ വിശദീകരണം മാത്രമാണ് പ്രമാണങ്ങൾ. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മറ്റുള്ളവരുടെ മോഷ്ടിക്കരുത്, ഇതെല്ലാം നാച്ചുറൽ ലോ ആണത്. ഇതൊക്കെ കാറ്റഗിസത്തിൽ 3-ാം ഭാഗത്ത് ഇതെല്ലാം വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ഈ പ്രമാണങ്ങൾ അനുസരിക്കണമെങ്കിൽ ആദ്യത്തെ പ്രമാണം അവൻ അനുസരിക്കണം. എന്താണ് ആദ്യത്തെ പ്രമാണം? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണം. അത് ഇവൻ ചെയ്യാൻ പറ്റണില്ല. എന്തുകൊണ്ട് ചെയ്യാൻ പറ്റണില്ല? ഇവന് ധാരാളം സമ്പത്തുണ്ടായിരുന്നുകൊണ്ട് പറ്റുന്നില്ല.
അവൻ ആ സമ്പത്തിനെയാണ് സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് സമ്പത്തുള്ളവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക അസാധ്യം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം സമ്പത്തുള്ളവന് ആ സമ്പത്തിനെയാണ് അവൻ്റെ സ്നേഹം. നമ്മൾ നേരത്തെ പറഞ്ഞൊരു പ്രിൻസിപ്പിളില്ലേ, എ മാൻ ബിക്കം വാട്ട് ഹീ ലവ്സ്. അവൻ എന്തിനെ സ്നേഹിക്കുന്നവനോ അതോ അതായിട്ട് മാറും. അപ്പം അവൻ ആ സമ്പത്തിനെ സ്നേഹിച്ചിരുന്നത് കൊണ്ട് അത് വിറ്റിട്ട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വലിയ വിളിയാണ്, ഒരു അപ്പസ്തോലിക വിളി പോലെയാണ്. ഇത് തന്നെയാണ് മത്തായിയോട് പറഞ്ഞത്. മത്തായി എല്ലാം വിട്ട് യേശുവിനെ അനുഗമിച്ചു, അപ്പസ്തോലനായി. എന്നാൽ ഇയാളാകുന്നില്ല. ഇപ്പം എൻ്റെ ഫിലിമിൽ ഞാൻ കാണിച്ചിരിക്കുന്ന ഒരു ഭാഗം പറയാട്ടോ, ചെറുതായിട്ട് അതൊന്ന് പറയട്ടെ. ഇങ്ങനെ ഈ ധനികൻ പോവുകയാണ്. ധനികനെ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു രഥത്തിൽ വരുന്ന ആളായിട്ടാണ്. അപ്പോൾ കുതിര ഓടിക്കൽ ആരും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ ചോദിച്ചു, അയ്യോ അപ്പോൾ അയാൾ എങ്ങനെ രക്ഷിക്കപ്പെടും? അയാൾ പോയില്ലേ, അയാളുടെ കാര്യം എന്താവും? അങ്ങനെ ഒരു ഡയലോഗ് കുഴപ്പമില്ല. അപ്പം അതിനകത്തിരുന്ന് വേറൊരാൾ പറയാണ്, അയാളുടെ മനസ്സിൽ യേശു തൻ്റെ വചനം പാകിയിട്ടുണ്ട്. നീ കേട്ടിട്ടില്ലേ യേശയ്യായിൽ പറഞ്ഞത്, മഞ്ഞും മഴയും ആകാശത്തിൽ നിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും നൽകുന്നു. അത് ഫലം തരാതെ മടങ്ങിപ്പോകില്ല. അതിൻ്റെ അർത്ഥം അയാൾ സാവധാനം മനസ്സ് തിരിയും. അതിനുള്ള വകുപ്പ് അയാളുടെ മനസ്സിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ക്യാമറ സീൻ കാണിക്കുന്നത് ഇയാൾ കുതിരപ്പുറത്ത് അയാൾ രഥത്തിലിങ്ങനെ പോകുമ്പോൾ ഇയാളുടെ മനസ്സിൽ ഈശോ പറഞ്ഞ ഈ വാക്കുകൾ മുഴങ്ങുകയാണ്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അയാൾ അതിനെക്കുറിച്ചുള്ള ചിന്തയിൽ വരികയാണ്. കാരണം ദൈവവചനമാണ്. യേശുവിനെ നേരിട്ട് ഇയാൾ കണ്ടു. അത് പറയുന്നുണ്ട്, അയാൾ യേശുവിനെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം ലഭിച്ചു. യേശുവിൻ്റെ വചനം അയാളുടെ ഹൃദയത്തിൽ വന്നു. അതുകൊണ്ട് അയാൾ സാവധാനം മാനസാന്തരപ്പെടും. അത് കഴിഞ്ഞ് വേറെ ഇവിടെ അടുത്ത സീനുകളുണ്ട്. ഇങ്ങേ വശത്ത് കുറേ കഴിഞ്ഞപ്പോൾ വീണ്ടും ഇയാൾ ചിന്തിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ കുതിരവണ്ടി പോയ സ്ഥലത്തൊക്കെ കുറേ ദരിദ്രരിരുന്ന് അയ്യോ വല്ലതും തരണേ എന്ന് പറഞ്ഞിങ്ങനെ വിഷയം അയച്ചുകൊണ്ടിരിക്കുന്നു. അതുകൂടി കണ്ടപ്പോൾ അയാളുടെ അകത്ത് വീണ്ടും നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക്. ഈശോയുടെ വാക്ക് ഇങ്ങനെ മുഴങ്ങുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഇങ്ങനെ വശത്ത് സീൻ ഇപ്പോൾ ഇനി ആ ദരിദ്രൻ്റെ അടുത്തേക്ക് ഈശോ ചെല്ലുകയാണ്. ദരിദ്രൻ്റെ അടുത്ത് അഥവാ യാചകൻ്റെ അടുത്ത് ബർത്തിമേവൂസിൻ്റെ അടുത്ത് ഈശോ ചെന്നപ്പോൾ ഈ അതിലെ പോകുമ്പോൾ ബർത്തിമേവൂസ് ചാടി എഴുന്നേറ്റ് ദാവീദിൻ്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണേ എന്ന് പറഞ്ഞുകൊണ്ട് പുറകുപ്പായം വലിച്ചെറിഞ്ഞ് ചാടി. ഇത് കഴിഞ്ഞിട്ട് ക്യാമറ അങ്ങോട്ട് പോവുകയാണ്. ഈ ധനികൻ രഥത്തിൽ ചാടി എഴുന്നേറ്റ് അയാളുടെ പുറകുപ്പായം വലിച്ചെറിഞ്ഞിട്ട് നിർത്തു, സ്റ്റോപ്പ്, തിരിച്ച് യേശുവിൻ്റെ അടുത്തേക്ക് വിട്ടു. പ്രൈസ് ദി ലോർഡ്. എന്ത് പറയണു? സ്റ്റോറി എന്ത് പറയണു? തെറ്റുണ്ടോ? കാരണം ഇയാളെ രക്ഷപ്പെടുത്തണ്ടേ, അല്ലെങ്കിൽ ധനികന്മാരൊക്കെ എവിടെ പോവും? അവർക്ക് ആശ്വാസം വേണ്ടേ? ഇത് ശരിയല്ലേ? അപ്പം ഇത് അങ്ങനെ അവൻ മടങ്ങിപ്പോയി എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ പോക്കായിട്ടില്ല. അവൻ എന്തും കയറിക്കൊണ്ട് അവൻ മടങ്ങിപ്പോയി എങ്കിലും അവന് അതിൻ്റെ ഉള്ളിൽ എന്ത് കിട്ടി? അവൻ യേശുവിനെ മുഖാമുഖം കാണാൻ സാധിച്ചു. യേശുവിൻ്റെ വചനം യേശുവിൻ്റെ അധരത്തിൽ നിന്ന് തന്നെ അവൻ്റെ ഹൃദയത്തിൽ വന്നു. യേശു അതവിടെ പാകി. അത് സമയത്ത് മുളച്ച് വലുതാവും. എന്ത് പറയണു? അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഈ ഫരിസേയ മനോഭാവത്തിൻ്റെ അവസ്ഥാവിശേഷത്തെ രൂപാന്തരപ്പെടുത്തുക എന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ മറ്റൊരു പ്രവർത്തനം.
അപ്പോൾ അത് നമ്മൾ ഇനി വേറെ ക്ലാസ്സിലെടുക്കാം. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊന്ന്, ഈ ദരിദ്രൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഈ ദരിദ്രൻ എന്താ പറഞ്ഞത്? അല്ല, അതിനു മുമ്പ് ഈശോ അപ്പസ്തോലന്മാർ ഞങ്ങളിതാ എല്ലാം വിറ്റ് നിൻ്റെ പിന്നാലെ പോന്നിരിക്കുന്നു കണ്ടോ. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ നിത്യ ജീവൻ്റെ അവിടെ ഒരു ഡയലോഗ് വേറെ വരുന്നത് ഇതാണ്. അവൻ പറഞ്ഞു, അല്ലല്ല, അവിടെ ഈശോ പറയാണ് മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഇത് നമ്മൾ എല്ലായിടത്തും ഫിറ്റ് ചെയ്യാറുള്ള ഒരു ഡയലോഗാണ്. പക്ഷേ ഇതിൻ്റെ അർത്ഥം എന്താ മനുഷ്യന് അസാധ്യമായിട്ടുള്ളത്? എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? നിത്യജീവൻ. മനുഷ്യന് അസാധ്യമായിട്ടുള്ളത്, മനുഷ്യൻ്റെ സ്വന്തം പ്രവൃത്തി കൊണ്ട് നിത്യജീവൻ കിട്ടുമോ? കിട്ടില്ല. മനുഷ്യൻ്റെ സ്വന്തം പ്രവൃത്തി കൊണ്ട് അവൻ്റെ പാപത്തിൽ നിന്ന് അവന് മോചനം കിട്ടുമോ? ഇത് ശരിക്കും മനസ്സിലാകണം. ആ അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത് മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. മനുഷ്യന് അസാധ്യമാകുന്നത് നിത്യജീവനാണ്. അത് സാധ്യമാകാൻ വേണ്ടിയാണ് യേശുക്രിസ്തു വന്നത്. ഫരിസേയരും നിയമജ്ഞരും മൂശയുടെ നിയമം പാലിച്ചിരുന്നുവെങ്കിൽ നിത്യജീവൻ കിട്ടും എന്ന് അവർ വിചാരിച്ചിരിക്കുന്നത് തെറ്റാണത്. അങ്ങനെയല്ല നിത്യജീവൻ. എന്നാൽ അവരുടെ വിചാരം ഞങ്ങൾ ഈ നിയമം പാലിച്ചാൽ ഞങ്ങൾ നിത്യജീവൻ കിട്ടുമെന്നാണ്. പക്ഷേ അതാണ് ഞാൻ എന്ത് ചെയ്താലാണ് എനിക്ക് നിത്യജീവൻ കിട്ടുക. ഇവിടെയാണ് പുതിയ സുവിശേഷവൽക്കരണം എന്ന് ഞാൻ പറയണത്. പുതിയ സുവിശേഷവൽക്കരണം എന്ന് ഞാൻ പറയണതല്ല, പോപ്പ് ഫ്രാൻസിസ് പറയുന്നതും കരുണയുടെ സുവിശേഷവും സന്തോഷത്തിൻ്റെ സുവിശേഷത്തിലെല്ലാം പറഞ്ഞിരിക്കുന്നു. സുവിശേഷം എന്ന് പറയുന്നത് തന്നെ നിന്റെ സ്വന്തം പ്രവൃത്തിയിലൂടെ അല്ലാതെ നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞില്ലേ, സൂസേപ്പാക്യം പിതാവ് പറഞ്ഞൊരു വാക്ക് എന്നെ വളരെയധികം ആകർഷിച്ചു, സ്പർശിച്ചു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വളരെ ചെറിയ ഒച്ചയിലെ അദ്ദേഹം പറയുള്ളൂ. ഫരിസേയരും നിയമജ്ഞരും 10 പ്രമാണങ്ങളെ 613 പ്രമാണങ്ങളാക്കി, ആയിരക്കണക്കിന് ഉപനിയമങ്ങളുമാക്കി സാധാരണ മനുഷ്യരുടെ മേൽ അടിച്ചേൽപ്പിച്ചു. ഇതെല്ലാം പാലിച്ചാലേ, അക്ഷരം പ്രതി പാലിച്ചാലേ നിങ്ങൾക്ക് സ്വർഗരാജ്യം കിട്ടുള്ളൂ. അങ്ങനെ ഇരിക്കെ കർത്താവ് ഈശോ വന്നിട്ട് വലിയ കാര്യമൊന്നും പറഞ്ഞില്ല. നിങ്ങൾ എന്നെ അനുഗമിക്കുവിൻ, ഇത്ര പറഞ്ഞോളൂ, ഞാൻ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാം. ഇതാണ് സുവിശേഷം, സദ്വാർത്ത. അപ്പോൾ ഞാനിത് പറയേണ്ടത് പല പ്രാവശ്യം, നിങ്ങൾ എന്നോട് വിഷമമൊന്നും വിചാരിക്കരുത്, ഞാൻ റിപ്പീറ്റ് ചെയ്യുക. ചിലർ പറയും ഇതിങ്ങനെ പല പ്രാവശ്യം പറയേണ്ട ആവശ്യം എന്തോ, പ്രാവശ്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പറയാറുണ്ട് ചിലവർ. അങ്ങനെ തോന്നുന്നുണ്ടോ? ഇത് പല പ്രാവശ്യം ഇത് തന്നെയാണ് സുവിശേഷത്തിൽ എത്ര അധ്യായം ഉണ്ടോ അത്ര അധ്യായത്തിലും പറഞ്ഞേക്കണത്. അപ്പോൾ ഇപ്പം നമ്മൾ വന്നിരിക്കുന്ന ഒരവസ്ഥ ഇതാണ്. നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്നത് ചോദ്യത്തിൽ തന്നെ ഫാരിസിയാണ്, തെറ്റാണ്. നമ്മൾ ഇന്നത്തെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായ നമ്മൾ എന്ത് വിശ്വസിക്കണം? നിത്യജീവൻ നമ്മൾക്ക് അവകാശമാക്കാൻ കർത്താവ് ഈശോ എല്ലാം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്താൽ മതി? എന്താ ഉത്തരം നോക്കട്ടെ? എന്ത് ചെയ്താൽ മതി? വിശ്വസിച്ചാൽ മതി. അത് വിശ്വസിച്ചാൽ മതി. ഇപ്പോൾ ജോൺസൺ ചേട്ടൻ ചിന്തിക്കണം അത്ര എളുപ്പമാണോ? അത്ര എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. കാരണം പ്രവൃത്തി ചെയ്യുന്നത് ആരാ? നമ്മളല്ല. കർത്താവ് ഈശോ ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. ഈ കുരിശിൻ്റെ വഴിയുടെയൊക്കെ ഈ പടം വെച്ചേക്കുന്നതും നമ്മൾ നോയമ്പ് കാലത്ത് 1-ാം സ്ഥലം വീണ്ടെടുത്തു, 2-ാം സ്ഥലം ഇങ്ങനെ പറഞ്ഞ് ഒരു ചടങ്ങുമായിട്ട് പോവുകയാണ്. നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ ഈ പീഡാനുഭവത്തിലൂടെ കർത്താവ് ലോകത്തെ യഥാർത്ഥമായിട്ട് വീണ്ടെടുത്തു എന്നും ഈ എല്ലാ മനുഷ്യരും സ്വർഗത്തിൽ പോകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കണം. ഇപ്പോൾ ചോദ്യം വരാൻ പോണത് ഇതാണ്. ബ്രദർ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ആരും നരകത്തിൽ പോകുന്നില്ലെന്നാണല്ലോ അല്ലേ ജോൺസൺ? അത് തന്നെയാണ് ചിന്തിച്ചത്.
അപ്പം അതിന് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്ന ഒരു മറു ചോദ്യം, നിങ്ങൾ എന്താ ആഗ്രഹിക്കണേ? അല്ല, നിങ്ങൾ സ്വർഗത്തിൽ പോകാന്നുള്ളത് തീർച്ചയായിട്ടും എല്ലാവരും സ്വർഗത്തിൽ പോകണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കണേ? അതെ, കുറേ പേര് നരകത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. അതല്ലേ ഇന്നലെ തന്നെ നമുക്കുണ്ടായ വായന എന്താ? എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ഒരു പോയിന്റ് എന്തുകൊണ്ടാണ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്? ഒരു നാടകം കാണിച്ചു തരാം. ഭയം ജോൺസണും ജോയും വാ, രണ്ടുപേരും വാ. ഒരാൾ പിശാചായിട്ട് അഭിനയിക്കണോട്ടോ. നീ ജോയി ഇങ്ങനെ വെച്ച്, തടിയുള്ള ആളിങ്ങനെ വെച്ചിരിക്കട്ടെ. ഇപ്പോൾ ഒരു മിനിറ്റ്, ഇച്ചിരി ഇങ്ങോട്ട് പുറയിൽ ഇങ്ങോട്ട് നീങ്ങി. ക്യാമറ വൈഡാക്കാണ്. ഷോ ഇപ്പോൾ ഞാനൊരു മഹാപാപിയാണ്, ദൈവനിഷേധിയാണ്, നിരീശ്വരവാദിയാണ്. ഞാൻ പള്ളിയിലും പോകുന്നില്ല, കുമ്പസാരിക്കുന്നില്ല, ഭയാനകമായ മാരകഭാവത്തിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ പിശാച് എന്നെ എങ്ങനെയായാലും നരകത്തിൽ കൊണ്ടുപോകാനായിട്ട് വലിച്ചു കൊണ്ടുപോകാൻ വന്നേക്കാണ്. വിചാരിച്ചോ? പിടിച്ച് വലിച്ചോ പതുക്കനെ. ഇപ്പോൾ ഈ പിശാച് എന്നെ പിടിച്ച് വലിച്ചു കൊണ്ട് പോകുന്നത് കണ്ടുകൊണ്ട് നിൽക്കണ ഈ തടിമാടൻ, എന്തർത്ഥത്തിലാ തടിമാടൻ എന്ന് പറയുകയാണെ? കത്തോലിക്ക സഭയാണ് ഇവിടെ നിൽക്കണത്. ആരാ ഇവിടെ നിൽക്കണേ? കത്തോലിക്ക സഭ. എന്ത് പറഞ്ഞു ജോൺസേട്ടാ? ഇവൻ പിടിച്ചുകൊണ്ടോണൊന്ന് കാണുമല്ലേ? എൻ്റെ തോമസ് പോളിനെ പിശാച് പിടിച്ചുകൊണ്ടിരിക്കണത് ഞാനങ്ങ് വിട്ടുകൊടുക്കോ? ഇതാ പ്രൈസ് ദ ലോർഡ്. ഇത്രേ ഉള്ളൂ. ഇത് കണ്ടോ? അങ്ങനെ എന്നെ പിടിച്ചു നിന്നോ? കണ്ടോ? കത്തോലിക്ക സഭയുടെ പുത്രനാണോ ഞാനെങ്കിൽ എന്നെ വിട്ടുകൊടുക്കുവോ? ഈ മാർപ്പാപ്പാമാരും പത്രോസ് മുതലുള്ള സകല മാർപ്പാപ്പാമാരും ഇന്ന് കത്തോലിക്ക സഭയിൽ 5 ലക്ഷം ബലിപീഠത്തിൽ 5 ലക്ഷം, അതായത് 500,000 വൈദികർ അർപ്പിക്കപ്പെടുന്ന കുർബാനയും കോടാനുകോടി കൊന്തയിൽ പ്രാർത്ഥിക്കുന്നത് എന്താ? ഓ എൻ്റെ ഈശോയെ, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങയുടെ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഈ തോമസ് പോളിനെയും കണ്ടോ? ഈ പ്രാർത്ഥനകളെല്ലാം കിട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പിടിച്ചു വലിച്ചോ, എന്നെ വേഗം സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിക്കോ. ഇതേണ്ട. ഇപ്പം ആര് ജയിക്കും ഇതിനകത്ത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ്. ഇപ്പോഴും സംശയമുണ്ട്. അപ്പോൾ ശുദ്ധീകരണ സ്ഥലമോ? നമുക്കിനി പഠിക്കാം, കാറ്റഗിസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളുടെയും സാരാംശം. ഇപ്പം ഇത് മനസ്സിലാക്കണം. ഈ പിശാചിന് ഇത്രയും വലിയ സത്യം കൂടിയില്ല. പിശാച് ദൈവത്തിൻ്റെ സൃഷ്ടി മാത്രമാണ്. കുരിശിലൂടെ പിശാചിൻ്റെ ശക്തിയെ പരാജയപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും അവനിങ്ങനെ പിപ്പിടി കാണിച്ച് നടക്കുകയാണ്. ഞാൻ നിന്നെ നരകത്തിൽ കൊണ്ടുപോകും. അവർ ഒരു തരത്തിലും അവന് ഒരാത്മാവിനെ നരകത്തിൽ കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ കർത്താവ് വിജയിച്ചിരിക്കുന്നു. ഇത് വിശ്വാസികളായ നമ്മൾ വിശ്വസിക്കുന്നില്ല. അതാ പ്രശ്നം. നമ്മൾ വിശ്വസിക്കണില്ല എന്ന് മാത്രമല്ല, നമ്മൾ പിള്ളേരൊക്കെ ഇച്ചിരി പേടിപ്പിക്കാൻ ഇത് ഉപയോഗിക്കണത്. നീ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നരകത്തിൽ പോകട്ടാ. അങ്ങനെ കുറേ പറഞ്ഞു കഴിയുമ്പോൾ ഈ ഉള്ള വിശ്വാസം ഇല്ലാണ്ടാവുകയാണ്. ഇതാണ് കൽപ്പനകൾ പറഞ്ഞ് പേടിപ്പിച്ച് കഴിഞ്ഞാൽ. കൽപ്പന അങ്ങനെ പറയണം, അത് ചെയ്തില്ലേ നീ നരകത്തിൽ പോകും. വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞോ. എന്തുദ്ദേശത്തിലും നിങ്ങളത് പറയണം. അത് ഞാൻ ഇവനെ ഒന്ന് പേടിപ്പിക്കാൻ പറഞ്ഞാന്ന് വിചാരിക്കണം. നിങ്ങൾ വിശ്വസിക്കണം ഇവരിങ്ങനെയൊക്കെ ചെയ്താൽ നരകത്തിൽ പോകും നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിലോ, ആണെങ്കിൽ നിങ്ങൾ വിശ്വാസം ശരിയല്ല, അല്ലേ? മറിച്ച് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈശോ തന്നെ പറഞ്ഞു, ഇന്ന ആളുകൾ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാണ് പറഞ്ഞേ? ജോൺസാ, എനിക്ക് ക്യാൻസറാണ്. സോറി, ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. ഒരു ക്യാൻസറും ഉണ്ടാവില്ല കേട്ടോ, പേടിക്കൊന്നും വേണ്ട.
നിനക്ക് ക്യാൻസറാണ്, അതുകൊണ്ട് നീ മരുന്ന് കഴിക്കണം, മരുന്ന് കഴിച്ചില്ലെങ്കിൽ നീ ഈ രോഗം മരണത്തിൽ കലാശിക്കുള്ളൂ എന്ന് നമ്മൾ ഒരാളോട് തർപ്പിച്ച് പറയുന്നത് അയാൾ മരിക്കാൻ വേണ്ടിയാണോ? എന്ന പോലെ ഈശോ പറയാണ്, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും എന്ന് ഫരിസേയരോട് പറയുന്നു. നിങ്ങൾക്ക് ദുരിതം, കപടനാട്യക്കാരെ, വെള്ളയടിച്ച കുഴിമാടങ്ങൾ എന്നൊക്കെ പറയണത് കരുണ കൊണ്ട് പറയണതാണെന്ന് വിശ്വസിക്കണം നിങ്ങൾ. ഏതുപോലെ ഈ ക്യാൻസർ പേഷ്യൻറ്റിനോട് ഡോക്ടർ പറയണ പോലെ എന്ന പോലെ നിങ്ങൾ വേണമെങ്കിൽ പറയാം. അപ്പോൾ പ്രമാണങ്ങൾ അനുസരിക്കണമെന്ന് പറയാം. പക്ഷേ പ്രമാണങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ നീ നരകത്തിൽ പോകുമെന്ന് പറയുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ദുർവ്യാഖ്യാനമാണ് വരുന്നത്. നമ്മൾ പള്ളിയിൽ പറയാണ്, കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു, കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്നു, പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? പാപങ്ങളുടെ മോചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, പാപമോചനത്തിലുള്ള മാമോദീസായിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ഭർത്താവിനോടോ ഭാര്യയോടോ മക്കളോടോ നാത്തൂനോടോ പറയണത് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നീ നരകത്തിൽ പോകും എന്ന് പറയാൻ നമുക്ക് എങ്ങനെ സാധിക്കും? അപ്പോൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഈ പള്ളിയിലോ അല്ലെങ്കിൽ എവിടെയോ നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലിയത് വെറും ഒരു ചടങ്ങല്ലേ? നിങ്ങൾ യഥാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ടോ? മനസ്സിലാവുണ്ടോ? ഇത് ഞാനീ പറയണത് എനിക്ക് 6 ദിവസം നിങ്ങളെ കിട്ടിയത് കൊണ്ട് നിങ്ങൾ ശരിക്കും ഇത് മനസ്സിലാക്കി പോകണം. 9 ദിവസത്തിലാണ് ഇത് കറക്റ്റായിട്ട് മനസ്സിലാകുക. ഇനി വരണുള്ളൂ ഇതിൻ്റെ പ്രധാന കാര്യങ്ങൾ. 9ാമത്തെ ദിവസം ഒരാൾ പറയണം, ഓ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതാണ് ദൈവനീതി. ഓ അങ്ങനെയാണെങ്കിൽ അടുത്ത 9 ദിവസം ധ്യാനത്തിന് എനിക്കൊന്ന് കൂടി ഇതൊന്ന് ശരിക്കും മനസ്സിലാക്കണം. ഇതാ ഉണ്ടാകാൻ പോണേ മറ്റന്നാൾ. നിങ്ങളിൽ പലരും പറയും, ഇപ്പോഴാണ് എനിക്ക് ദൈവനീതി എന്താണെന്ന് മനസ്സിലായത്. ഇത് വെച്ചിട്ട് രണ്ടാമത് അതുകൊണ്ടാണ് രണ്ടാമത് നിങ്ങളിത് കേൾക്കണം. ഇത് വലിയൊരു കണ്ടുപിടുത്തമാണ്. നമ്മൾ എന്തോ തരത്തിലുള്ള അജ്ഞതയാൽ വേറെ എന്തോ എല്ലാമാണ് സുവിശേഷത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. കർത്താവ് ഈശോ മിശിഹ അവതരിപ്പിച്ചിരിക്കുന്ന ഈ ദൈവരാജ്യത്തിൻ്റെ ഉള്ള് നമ്മൾ മുഴുവനും മനസ്സിലാക്കുന്നില്ല. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ കഴിഞ്ഞ വർഷത്തിൽ എനിക്ക് ഒരു ദിവസം പോലും വിശ്രമം ഉണ്ടായിരുന്നില്ല, ഒരു ദിവസം പോലും. എന്നോട് നേരത്തെ പറഞ്ഞായിരുന്നു കരുണയുടെ വർഷം. അതുകൊണ്ട് എനിക്കൊരു ഗുണം കിട്ടി. ഞാൻ പരിശുദ്ധ പിതാവിൻ്റെ പ്രഭാഷണത്തിൻ്റെ ചുവട് പിടിച്ചെല്ലാം അവതരിപ്പിച്ചു. അതുകൊണ്ട് നമുക്കൊരു കുഴപ്പമില്ല. പരിശുദ്ധ പിതാവ് ഇങ്ങനെ പറയണേ, കത്തോലിക്ക സഭയുടെ പ്രബോധനം എല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷേ നമുക്കതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല? നമ്മൾ ചെറുപ്പം മുതലേ വേറെ ഒരു മൈൻഡ് സെറ്റിങ്ങിലാണ് കിടക്കണേ. ഏതുപോലെ? ഈ ഫരിസേയ മനോഭാവം. അതുകൊണ്ടാണ് ഫരിസേയ മനോഭാവമാണ്. ഇപ്പോൾ ഈ ഉദാഹരണം നോക്കിയോ, ഇപ്പോൾ ഈ ലൂക്ക 18 ഈ ധനികനും ഈ ദരിദ്രനും, ഇതിൽ പ്രധാന വ്യവസ്ഥിതി എന്താണ്? അയാൾക്ക് ദൈവരാജ്യ അനുഭവം ഇല്ലായിരുന്നത് അയാളിലുള്ള ഫരിസേയ മനോഭാവമാണ്. അതുതന്നെയാണ് 3 കാര്യവും പറയുന്നത്. ആദ്യത്തെ ഭാഗത്ത് ആ നീതിയെക്കുറിച്ചുള്ള ധനവാനും ഉപമ, ദൈവ ദിനരാത്രം എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് നീതി നടത്തി തരാതിരിക്കുമോ? എന്നിട്ട് പറയാണ്, പക്ഷേ ഞാൻ വരുമ്പോൾ വിശ്വാസം ഉണ്ടാവുമോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഉള്ള ആളുകളുടെ വിശ്വാസം അത്രേ ഉള്ളൂ എന്നർത്ഥം. രണ്ടാമത് പറയുന്നത് ആ ചുങ്കക്കാരൻ്റെയും ഫരിസേയൻ്റെയും പ്രാർത്ഥന. അതിൽ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ട് പോയി, ഫരിസേയൻ നീതീകരിക്കപ്പെട്ടിട്ടില്ല. പ്രൈസ് ദ ലോർഡ്. എന്തുകൊണ്ടാണ്? അയാളുടെ സ്വന്തം പ്രവൃത്തിയിൽ പ്രഖ്യാപിക്കുകയും സ്വന്തം പ്രവൃത്തികളെക്കുറിച്ച് പറയുകയും ചെയ്യുന്നു. കർത്താവ് അയാൾക്ക് വേണ്ടി എന്ത് ചെയ്തെന്നുള്ളത് പറയുന്നില്ല. മൂന്നാമത് ധനികൻ തന്നെ ആദ്യം തന്നെ വന്ന് പറയുന്നു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? നമ്മൾ മറ്റൊരു വിധത്തിൽ കാറ്റഗിസത്തിലായാലും സൺഡേ സ്കൂളിലായാലും ആദ്യ കുർബാന കൈക്കൊള്ളലിന് പ്രിപ്പയർ ചെയ്യണമായാലും നമ്മൾ സാധാരണ വീട്ടിലായാലും നമ്മളെല്ലാം ഇത് തന്നെയല്ലേ പറയണേ, നീൻ്റെ കാര്യം നീ നോക്കണം, നീ നന്നായിട്ട് നടന്നാൽ നിനക്ക് നല്ലത്, നീ നന്നായിട്ട് നടന്നാൽ നീ സ്വർഗത്തിൽ പോകും, നീ നന്നായിട്ട് നടന്നില്ലെങ്കിൽ നീ നരകത്തിൽ പോകും. പിന്നെ കർത്താവ് യേശു എന്തിനാ വന്നേ പറയും?
അപ്പോൾ പാപി സ്വർഗത്തിൽ പോകുമെന്ന് നമുക്ക്, ഒരു മഹാപാപി സ്വർഗത്തിൽ പോകുന്നോ? ഒരു കൺവെൻഷനിൽ ഞാനിത് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം ആ ചെടുത്തി വന്നൊരു സാക്ഷി, എനിക്കിത് ഒട്ടും താങ്ങാൻ പറ്റുന്നു, ഈ മഹാപാപി സ്വർഗത്തിൽ പോകുന്നോ? അതെന്താ? അവൻ നരകത്തിൽ പോകണ്ടല്ലേ? പാപിയെ നരകത്തിൽ കൊണ്ടുപോകാനാണോ കർത്താവ് ഈശോ വന്നത്? പറയ്, പാപി എവിടെ പോവും? നരകത്തിൽ പോകോ സ്വർഗത്തിൽ പോകോ? പാപി എവിടെ പോവും? നരകത്തിൽ പോകോ സ്വർഗത്തിൽ പോകോ? സ്വർഗത്തിൽ. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് സ്വർഗത്തിൽ പോവും? കർത്താവ് ഈശോ സകല മനുഷ്യരുടെയും ഭൂലോകപാപം നീക്കുന്ന ദൈവത്തിന്റെ ചെമ്പുരാട്ടിൻ കുട്ടിയായ ഈശോ തമ്പുരാൻ സകല മനുഷ്യരുടെയും പാപം ഏറ്റെടുത്തിരിക്കുന്നു. ഒന്ന് വിശ്വസിച്ചേ, ആ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞേ, ഭൂലോക പാപം നീക്കുന്ന ദൈവത്തിന്റെ ചെമ്പുരാട്ടിൻ കുട്ടിയായ ഈശോ തമ്പുരാനെ, ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. കരുണക്കൊന്ത ചെല്ലണത് ഞാൻ പറഞ്ഞായിരുന്നില്ലേ, ഒരു ചേട്ടിയോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ കരുണക്കൊന്തയുടെ കാര്യം മുൻപ് അവൾ പറഞ്ഞു, ഞാൻ 3 കരുണക്കൊന്ത ചൊല്ലിയിട്ട് രാവിലെ. അപ്പോൾ ഞാൻ ചോദിച്ചു കരുണ എന്താണെന്ന്, കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊന്നുമല്ല കരുണ പാപികൾക്ക് ദൈവത്തോട്. പിന്നെ പാപികൾ നരകത്തിലല്ലേ പോണേ? അപ്പം നിങ്ങൾ എന്ത് കണ്ടുകൊണ്ടാണ് ഈ കരുണക്കൊന്ത ചെല്ലണത്? പാപികൾ നരകത്തിൽ പോകാൻ വേണ്ടിയാണോ കരുണക്കൊന്ത ചെല്ലണേ? ഇത് ഒരുപാട് കരുണക്കൊന്ത ചെല്ലണ ആളുകൾക്ക് കർത്താവിൻ്റെ ഈ കരുണയെക്കുറിച്ച് അറിയില്ല. അതായത് കർത്താവ് വന്നിരിക്കുന്നത് പാപിയെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അതാണ് പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടിയാണ്. അതാണ് ദൈവനീതി. ഓക്കെ, ഇനി നമുക്ക് സമയത്തിലെ ഒരു 5 മിനിറ്റ് ബ്രേക്ക് വേണോ? വേണ്ടല്ലോ? ആർക്കെങ്കിലും വേണമെന്നുള്ളവർ പുറത്ത് വെള്ളം കുടിക്കാനുണ്ടെങ്കിൽ പോയിട്ട് പോരെ. ഇപ്പം നിർത്തണില്ല, ഇനി നമുക്ക് സമയമില്ല, നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഒന്ന് സ്തുതിച്ചേ, ഒന്ന് എഴുന്നേറ്റ് നിന്നൊന്ന് സ്തുതിച്ചാൽ മതി. കർത്താവേ സ്തോത്രം, യേശുവേ സ്തോത്രം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നൊന്ന് സ്തുതിച്ചേ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഇരിക്കാം. ഇനി ഈ ദൈവനീതിയെക്കുറിച്ചുള്ള മറ്റൊരു പ്രധാന പ്രബോധനം, കുഴപ്പമില്ല, ഇവിടെ വെച്ചാൽ മതി, ഇത്ര മതിയാവും.